സോ ഞാനൊരു 5 months ട്രെയിനിങ് പോകാൻ പോവാ. ബിഫോർ മൈ മാരേജ് ആബ്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം. 6 pack ബ്രൈഡ്. എന്നാലും എന്നെ നിതിൻ ചേട്ടാ ഞങ്ങളൊക്കെ വിശന്നിരിക്കുമ്പോ അന്തസ്സുണ്ടോ? കൂടുതൽ വിശക്കാനുള്ള കാരണം നിതിൻ ചേട്ടനാണ്. നിതിൻ ചേട്ടൻ അപ്പം ഇപ്പം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിശക്കൂലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ പ്രാക്കുണ്ട് നിതിൻ ചേട്ടാ. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഓണത്തിന് ശേഷം ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. ട്രിവാൻഡ്രത്തിൽ എല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രത്ത് എപ്പോഴും ഫ്ലവേഴ്സ് കിട്ടുന്ന ഷോപ്പാണ് കരമന സൈഡ്. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഫ്ലവേഴ്സ് അവിടെ കിട്ടും. ഞാനും രാവിലെ ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നത് ഈ ഫ്ലവർ സെലക്ട് ചെയ്യാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലവർ സെലക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിനി മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അവിടെ കാണാം. ഇതാണ് എന്റെ ഫസ്റ്റ് ട്രയൽ. യക്ഷീനെ പോലെ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ അടുത്ത് ഇട്ടു. ഇത് ആക്ച്വലി പൂക്കടയിൽ കണ്ടപ്പോൾ ആ ഡ്രസ്സിൽ കളർ കണ്ട് മേടിച്ചതാണ്. ആ ചേട്ടൻ മാലയ്ക്ക് 200 പറഞ്ഞു. അപ്പോൾ നമ്മൾ 50 രൂപ ഗ്ലൂസ് വാങ്ങി കെട്ടാൻ. ടൈറ്റാക്കിയ വെള്ളം കുടിക്കാൻ സിൽമോറിന്റെ ചോക്കർ ഇട്ടു നമ്മൾ. ചേച്ചി അനിയത്തി പഠിത്തി ഗൈസ്. ഇത് വെള്ളം എനിക്കും ഏറ്റവും അടിപൊളി ഡ്രസ് അവനോട്. സുമച്ചേച്ചി ഭയങ്കര ഗൗരവത്തിൽ നയനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നന്ദുവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന പോലും ഇല്ല. എക്സ്ക്യൂസ് മീ. അപ്പം അഡ്വാൻസ് പേരെന്താ പറയാ? അഡ്വാൻസ് അതല്ല, ദക്ഷിണ. മുണ്ട് വെറ്റില പാക്ക് 1001 rupees. Guys, how's my look? I think it's really good. നന്ദുവിൻ്റെ ഹെയറിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫ്ലവർ വെച്ചേക്കുന്നത്. ഒരു 5 പീസ് കുഞ്ഞു കുഞ്ഞു ബഞ്ചായിട്ടാണ് ഫ്ലവർ ഫിക്സ് ചെയ്തത് ഹെയറിൽ. ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ നയനയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ലോങ് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് സ്കേർട്ടും, നന്ദുവിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ ധാവണിയാണ്. നീ അനങ്ങല്ല, സൂചി കുത്തി കയറും. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി കുത്തി കയറി. പിന്നെ കുത്തി കയറാതിരിക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം. പക്ഷെ നമ്മൾ നർത്തകികളുടെ ഓർ നർത്തകന്മാരുടെ എല്ലാ കലാകാരും ആടിക്കൊണ്ടേയിരിക്കുന്നു. സുമ ടീച്ചർ എങ്ങനെയാ മേക്കപ്പ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. മതി ഫിറ്റിംഗ് ഫസ്റ്റ് ബിഗില് ഓവർ ടൈറ്റ് ആക്കല്ലേ വയറ് കണ്ടോ ഗൈസ്. കല്യാണത്തിന് മുന്നേ അപ്പൊ പിന്നെ ഇത് അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നുമില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാം. കല്യാണത്തിന് ജിമ്മിൽ പോകണം. അപ്പൊ ഞാനൊരു 5 months ട്രെയിനിങ് പോകാൻ പോവാ. ബിഫോർ മൈ മാരേജ് ആബ്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം. 6 pack ബ്രൈഡ്. അമ്മമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര സ്നേഹം. ഇവിടെ ഇരുന്നോ, നമുക്ക് പോവാം. ഇവിടെ കഴിച്ചോണ്ടിരിക്കും. ഇവിടെ സമയമില്ലാത്ത സമയത്താണ്. എന്താ സുമ ടീച്ചർ ഇങ്ങനെ? സുമ ടീച്ചർ ലിസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അല്ലെങ്കിൽ തിരിച്ചോട്ട് ഇവിടെ കഴിക്കട്ടെ. നമുക്ക് പോവാം. സാധനമേ
എന്നാലും എന്റെ നിതിൻ ചേട്ടാ ഞങ്ങളൊക്കെ വിശന്നിരിക്കുമ്പോ അന്തസ്സുണ്ടോ? ഉണ്ട്. എന്തോ അതെ, വല്ലാത്ത ജാതിയാണ് ഞാനൊന്ന്. അമ്മൂമ്മേന്റെ ബീഫ് കറി അച്ചാറൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. വല്ല ഇവര് എല്ലാ ദിവസം കഴിക്കുന്ന അല്ല, അമ്മാമ്മേന്റെ ബീഫ് കറി ചിക്കൻ കറി അച്ചാറൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. വിശന്നിട്ടാണ് ഗൈസ്, ടേസ്റ്റ് കൊണ്ടാണ് ഗൈസ്. നിങ്ങൾക്ക് വിശക്കുന്നു? രാവിലെ സമയത്തിനൊക്കെ വല്ലതും കഴിക്കണ്ടേ പിള്ളേരെ? ആ ഡോറിന് തുറന്നിട്ടേ ഒന്ന് തള്ളിയിട്ടേക്ക് പുറത്തേക്ക്. വിശക്കണോ? ഇപ്പൊ പുറകിലേക്ക് നോക്കിയാ പിന്നെ നമ്മൾ ആരും മുമ്പോട്ട് നോക്കേണ്ടി വരില്ലേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതൽ വിശക്കാനുള്ള കാരണം നിതിൻ ചേട്ടനാണ്. നിതിൻ ചേട്ടൻ അപ്പം ഇപ്പം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിശപ്പില്ലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ പ്രാക്കുണ്ട് നിതിൻ ചേട്ടാ. വയറിളകി 4 പേരുടെ 4 പ്രാക്സ്. അവിടെ ബാത്റൂം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതിപ്പോ നമ്മൾ അവിടെ എത്തുന്നതാണ്. പൂവെല്ലാം ചങ്ങിപ്പോയി. അവരവിടെ പ്ലാനിങ്ങിലാണ്. ഓണം കഴിഞ്ഞു ദോശ വന്നു. നിങ്ങളെന്തോ വലിയ കാര്യത്തിൽ ദോശ കഴിക്കാൻ പറ്റും. ഞാൻ അപ്പവും ബീഫും കഴിച്ചു. ഓ, ആ വീസ് പറക്കുന്നു. ഹേ, സുട് ദോശ. എന്താ സുട് ദോശക്ക് കറി തന്നെ? സമ്മതി പുറകെ. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വേദന അറിയില്ല അതല്ലേ? ഓണമൊക്കെ കഴിഞ്ഞു. പക്ഷെ അവിടെ ഊഞ്ഞാലൊക്കെ തകർത്ത് നടക്കുന്നുണ്ട്. എല്ലാം വരുമ്പോൾ കാണാം. കുറെ പേർക്ക് അറിയായിരിക്കും. അതെ, ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി നയന ജോസും വ്ലോഗൊന്നും എടുക്കുന്നില്ല. ഇടം നേടിയ ഇന്ന് എന്റെ ആവശ്യമില്ല. ആക്ച്വലി അവന് സ്വന്തമായിട്ട് ഭാര്യ തന്നെ സ്റ്റൈൽ ചെയ്യും. നമ്മൾ ഇത്രയും നേരം മേക്കപ്പ് ആർട്ടിസ്റ്റ്, സ്റ്റൈലിസ്റ്റ്, അനിയത്തി, ക്യാമറമാൻ എല്ലാം ഉണ്ടാണ്. ആർക്കും ചേരുക ഭർത്താവ് ചേരുന്നുണ്ടെന്നാണ്. സോ ഇന്നത്തെ ഫോട്ടോഷൂട്ട്, റീൽ, വീഡിയോ എല്ലാം തീർന്നു ഗൈസ്.
നല്ല വെയിലാണ്, ബട്ട് നല്ല രസമുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബൈ. സ്റ്റിയറിംഗ് ഒക്കെ പൊള്ളുന്നുണ്ട്.